ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 2 അൺബോക്സിങ് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കണുള്ളൂ. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ 2 അൺബോക്സിങ് മാത്രമേ കാണിക്കണുള്ളൂ. ഞാൻ ഇമ്മ എന്നോട് പറഞ്ഞ് യെല്ലോ ഡ്രാഗണ് കിട്ടുമോ എവിടെന്നെങ്കിലും. എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഓള് ചുവപ്പ് ഡ്രാഗൺ കണ്ടിട്ട് ഓളത് കഴിച്ചപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഇതിൻ്റെ യെല്ലോ ഡ്രാഗൺ ഉണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ അമ്മോൻ്റെ വീട്ടിലുണ്ട്, ഉമ്മാൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ പിന്നെ എനിക്കൊരു സ്വൈര്യം തരൂല. അപ്പോൾ അന്ന് ഓളോട് പറഞ്ഞിട്ട്, അമ്മ യെല്ലോ ഡ്രാഗൺ എന്നാൽ കൊണ്ടുവരുന്നു, ഉമ്മാൻ്റെ അടുക്ക് പോകുമ്പോൾ ഒരു തെയ്യ് ഓളെടുത്ത് കൊടുത്തേക്കിയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അന്ന് മുതൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സുഖമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ എവിടെ നിന്നെങ്കിലും കിട്ടും. പിന്നെ ഉമ്മ പറഞ്ഞതല്ലോ, ഉമ്മ പറഞ്ഞാൽ പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് എനിക്ക് ഭയങ്കര പുറത്തേട്ടം. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ യെല്ലോ ഡ്രാഗൺ ഇങ്ങനെ സെർച്ച് ചെയ്യും. അതിന് ശേഷം ഡെയിലി സെർച്ച് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ വെറുതെ എങ്ങനെയും കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞു, സെൻമനസ്സുള്ള ഒരാളെ കൊണ്ടോട്ടെ എന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുക്കും കേട്ടോ. ഓരോരുത്തർക്ക് യെല്ലോ ഡ്രാഗൺ ഉണ്ടോ എന്ന് ഫേസ്ബുക്കിലൊക്കെ തപ്പിയപ്പോൾ ഒരാൾ സെൻമനസ്സുള്ള കൊണ്ടോട്ടിയുള്ള ഒരാൾ, അയാൾക്ക് ഡ്രാഗണിൻ്റെ കൃഷി ഉണ്ടോ. അതിൽ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്, യെല്ലോയുണ്ട്, ചുവപ്പുണ്ട്, പിന്നെ അതേപോലെ അങ്ങനത്തെ ഡ്രാഗൺസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് കിട്ടാം. അങ്ങനെ മൂപ്പരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ചോദ്യം കേട്ടിട്ട് മൂപ്പര നോക്കാനല്ലേന്ന് വെച്ചിട്ടാണ് പിന്നെ മൂപ്പര് വെറുതെ തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മൂപ്പരന്നെ കേട്ടോ ഇത് പോസിറ്റീവായി എൻ്റെ അഡ്രസ്സിൽ അയച്ചതും അതിന് മൂപ്പര് എക്സ്പെൻസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും മൂപ്പർക്ക് പഠിച്ചവന് ബർക്കത്തും റഹ്മത്തും എന്താണ് മൂപ്പരെ ദ്വായിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ, മൂപ്പരെയും കുടുംബത്തിനെയും. അപ്പോൾ മൂപ്പർക്ക് എന്തായാലും പഠിച്ചവൻ റഹ്മത്തും ബർക്കത്തൊക്കെ നൽകട്ടെ. എങ്ങനെയായാലും ഈ കാലത്തൊന്നും ഒരു മുട്ടുസൂചി പോലും വെറുതെ കൊടുക്കാത്ത മനുഷ്യന്മാരാണ്. ഒരു ഉപകാരം അങ്ങോട്ട് തിരിച്ചു ചെയ്തു കൊടുത്തിട്ടല്ലാതെ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയലേ, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ടല്ലോ എന്താ പറയലേ, പ്രത്യേകിച്ച് തോൽക്കാതിരിക്കാൻ പറ്റൂല സത്യം പറഞ്ഞാൽ. അങ്ങനെ മൂപ്പരെ 4-5 പീസുണ്ടോ കൊണ്ടുവന്നത്. ഓരോന്നിൻ്റെ പേരിൽ റെഡ് മാർക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഏത് തരം ഡ്രാഗണാന്ന്. ഇത് മൂപ്പരെ എഴുതിയിട്ടുള്ള ഇസ്രായേൽ യെല്ലോ എന്നുണ്ടോ. ഓരോന്നിൻ്റെ മേലിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നല്ല തൈകളിട്ട 2 ദിവസം, ആകെ 2 ദിവസം മെനക്കെട്ടിട്ടും 2 ദിവസമല്ല, ഞാൻ പറഞ്ഞ അന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷം എനിക്കിത് കിട്ടിയിട്ടുള്ള കിട്ടാം. ഒരാഴ്ച മൂപ്പര് കൊണ്ടോട്ടി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മലപ്പുറത്തുനിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കൊണ്ടോട്ടി കൂടെ മൂപ്പര് പോയപ്പോൾ അത് പിക്ക് ചെയ്യുക അല്ലാതെ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ മൂപ്പര് വണ്ടി വെച്ച് അവസാനം മൂപ്പര് എനിക്ക് പോസ്റ്റ് വഴി എത്തിച്ചു തന്നിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ഒരു കവറുണ്ടല്ലോ, ഈ ഫോൺ കവർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഫ്ലിപ്കാർട്ടിൽ ഈ ഗ്രിൽറ്റ് കവർ ഇതേപോലെ കുറേ തപ്പി നടത്തോട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ഞാൻ ഷോപ്പിൽ ചോദിച്ചിട്ട് അവർ പറഞ്ഞത് 100 റുപ്യാണ്. പക്ഷെ ഇത്ര ക്വാളിറ്റി ഇല്ല. ഈ ഒരു സാധനം 600 സംതിങ്ങിന് ഞാൻ വാങ്ങിയതാണ്. അതിൻ്റേതായ ക്വാളിറ്റി ഭംഗിയുണ്ട് കേട്ടോ. അതിന് ക്യാമറക്കൊക്കെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് iPhone 16 കേട്ടോ ഞാൻ അത് വാങ്ങി.